ഹായ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിപ്പോൾ സ്കൂളിലാട്ടോ, സോനുവിൻ്റെ സ്കൂളിൽ. അപ്പോൾ അവിടെ നിന്ന് ഒരു ടൂറ് പോകുന്നുണ്ട്. ഒരു ചെറിയൊരു പഠനയാത്ര എന്നാണ് കേട്ടോ മാഷ് പറഞ്ഞത്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരു ചെറിയൊരു ടൂറാട്ടോ. നേരെ വീഡിയോയ്ക്ക് പോകാം. എൻ്റെ മോളോട് പറയാം, അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഭ്രാന്താ. ഇങ്ങനെ കുട്ടികളുടെ അമ്മമാരൊക്കെ പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വണ്ടി വരുന്ന കാത്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ സോനുവിൻ്റെ കൂടെ പോകാൻ കാരണം സോനുവിന് ഇങ്ങനെ പോരുമ്പോഴൊക്കെ അപ്പോൾ ഛർദ്ദിക്കും കേട്ടോ, യാത്രയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ടീച്ചർമാർക്ക് ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ എന്താ പറയുക, കൂടെ പോകാമെന്ന് കരുതിയിട്ട്. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാണിക്കാൻ കൊണ്ടുപോകുന്നത് പിന്നെ തവനൂർ ഒരു സെൻട്രൽ ജയിലുണ്ട്, അതും പിന്നെ ഒരു വൃദ്ധസദനം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാർക്കും കൂടി കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് മക്കളെ, വെങ്ങാട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ സെൻട്രൽ ജയിലിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. ഏട്ടന്മാർക്ക് കൈയൊക്കെ കൈക്കന്നെ കൊടുക്കുക, പേരൊക്കെ ചോദിച്ചു നോക്കുക. കാണിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പുറത്തിറങ്ങിയപ്പോൾ പിന്നെ അവിടെ നല്ല അവിടെ കളിക്കാൻ പറ്റിയ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത്. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം എന്നാൽ അവിടെ തണുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മക്കൾക്ക് അവിടെ കളിക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം മക്കൾ അവിടെ കളിക്കുകയൊക്കെ ചെയ്തിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, പിന്നെ വൃദ്ധസദനത്തേക്ക് പോകാമെന്ന് കരുതിട്ടോ. അപ്പോൾ മക്കൾ അവിടെ നല്ല കളിയിലാണ് കേട്ടോ. ഇനി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് മാഷ് പിന്നെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. പുറത്തിറങ്ങി അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് മക്കളെ കുറേ ഫോട്ടോകളൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് അവിടുന്ന് കുറച്ചോട്ടോ നടക്കാൻ. അപ്പം നടന്നിട്ട് തിരിച്ച് ആ വൃദ്ധസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നിൽക്കൂ, ഇനി നമ്മൾ വളരെ വീഴും കുട്ടി. അപ്പോൾ ഞങ്ങൾ കുറേ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ അവിടെ കണ്ടു കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് മക്കളെ കണ്ടിട്ട്. പിന്നെ അവരോട് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. പിന്നെ മക്കളെ അവർക്ക് പാട്ടൊക്കെ പാടിക്കൊടുത്ത് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നുണ്ട്. തിരിച്ച് പോകുന്ന ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോകുന്നു കേട്ടോ. പാർക്കിൽ കുറച്ച് നേരമൊക്കെ ഇരിക്കാമെന്ന് കരുതി. അപ്പോൾ മക്കൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കണം. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കേട്ടോ ഭക്ഷണം കഴിച്ചത്. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഉച്ച സമയം ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ അത് വെയിലൊക്കെ ഒന്ന് ആറിയിട്ട് മക്കൾക്ക് കളിക്കണ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ
കയറാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് ഭക്ഷണം കൊടുത്ത് അമ്പാടി ആയിക്കൂടെയൊക്കെ നടക്കണം കേട്ടോ. അമ്പാടിക്ക് പിന്നെ വാശിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്പാടി ഞാൻ ചെറിയ ബിസ്ക്കറ്റ് കൈ കൊടുത്തിരുന്നു. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ആയിക്കൂടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് വെയിലാറിയപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ആയിക്കൂടെയൊക്കെ നടന്നു. മക്കളായിക്കൂടെയൊക്കെ ഓരോന്നിലും ഇങ്ങനെ കയറി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പാടിനെ അതിൽ കയറ്റി കൊടുത്തിട്ടോ. അപ്പോൾ അമ്പാടി ഇതിങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പാടീനെ പിന്നെ എടുക്കാനേ സമ്മതിക്കുന്നില്ല. ഓൻ അങ്ങനെ നടക്കണേ കൂടെയൊക്കെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുതിരേനെ കണ്ടപ്പോൾ അവിടെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ സോനു പിന്നെ അവൻ്റെ കൂട്ടുകാരന്മാരെ കിട്ടിയപ്പോൾ അവരെ കൂടെ ഇതിലൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അമ്പാടി അതെന്താ കുതിര 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 എവിടെ? അവിടേക്ക് പോയിട്ട് കളിക്കാം. നേരെ കയ്യിലൊക്കെ നീന്തി പിന്നെ കുറേ കളിക്കുന്ന സാധനങ്ങൾ അതിലൊക്കെ കയറി. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ കുറേ സമയമായിട്ടപ്പോൾ തന്നെ അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോകും. പിന്നെ ഞങ്ങൾ ഇതിൽ പോയതിൽ ഏറ്റവും സങ്കടമായത് അമ്മമാരെയും അച്ഛന്മാരെയും കണ്ടിട്ട് കേട്ടോ. അവരിപ്പോൾ അവരെ പേരക്കുട്ടികളെ കാണാൻ കുറേ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അവരെ മക്കളെയൊക്കെ. അപ്പോൾ മാഷ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതേപോലെ കുറേ തെറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ അവിടെ കിടക്കണില്ലേ. അപ്പോൾ ഒരു മക്കളും തെറ്റ് ചെയ്യരുത്, അപ്പോൾ എന്താ പറയുക, നല്ല കുട്ടികളാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ അച്ഛന്മാരെയും അമ്മമാരെയും ഉപേക്ഷിക്കരുത്, പിന്നെ അവരെ നല്ലതുപോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മാഷ്. അപ്പോൾ മാഷ് എല്ലാ പ്രാവശ്യവും ടൂറായിട്ട് കൊണ്ടുപോകലാണ്. പക്ഷേ ഇപ്രാവശ്യം മാഷ് കുറേ കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞ് കുറേ തെറ്റുകൾക്കൊക്കെ പോകുന്നുണ്ടല്ലോ മക്കൾ. അപ്പോൾ ഒക്കെ ഇങ്ങനത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മക്കളെ കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.